പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായി നിരവധി വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ചില പ്രത്യേക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാർഷിക മേഖല. പേരാമ്പ്ര അസംബ്ലി മണ്ഡലം കാർഷിക മേഖലയിൽ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുകയുണ്ടായി. ഈ കാര്യത്തിൽ ഇവിടെ ചെയ്തൊരു കാര്യം, ഈ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അടിസ്ഥാനമായി നിൽക്കുന്ന തരിശുഭൂമി പൂർണ്ണമായും കൃഷി ചെയ്യുക എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ആവളപ്പാണ്ടിയിൽ 5000-ൽ പരം ആളുകൾ സന്നദ്ധ സേവനം നടത്തി അവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു. ആവളപ്പാണ്ടി, കരുവോടിച്ചിറ, കണ്ടഞ്ചിറ, വെളിയണ്ണൂർ ചട്ടി ഈ മേഖലകളെല്ലാം സന്നദ്ധ പ്രവർത്തനം നടത്തി കൃഷി വിപുലമാക്കാൻ ശ്രമിച്ചിട്ടുള്ള മേഖലകളാണ്. അതിന്റെ ഭാഗമായി നല്ല നിലയിൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ കുറവുകൾ പരിഹരിക്കുന്നതിന് ശേഷിക്കുന്ന തരിശു നിലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കി കൃഷി ചെയ്ത് ഈ നാടിന്റെ പൊതുവികാസത്തിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇതിനോടൊപ്പം തന്നെ ചെറുധാന്യ കൃഷി, കാലഹരണപ്പെട്ടു പോയ ചെറുധാന്യങ്ങൾ വീണ്ടെടുക്കുന്നതിനും പറമ്പുകളിൽ കൃഷി ചെയ്യുന്നതിനും ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട് എടുക്കുന്നു. കൃഷി വികസിപ്പിക്കുന്നതിന് കുറ്റ്യാടി ഇറിഗേഷന്റെ ഭാഗമായിട്ടുള്ള ജലസേചനമുണ്ട്. അതുകൂടാതെ മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും ഈ 2 മേഖലകളുടെ കൂടി സഹായത്തോടെ തോടുകളും മറ്റ് വെള്ളം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങളും ഉണ്ടാക്കി കൃഷി വിപുലപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നം പേരാമ്പ്രയിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ടു വരുന്നത് ടൂറിസമാണ്. ഇപ്പോൾ ഇവിടെ പേരാമ്പ്ര ചേർമല കേവ് ടൂറിസം പദ്ധതി, അതൊരു ടൂറിസം മേഖല ഒരു വിപുലമായ ഒരു സംവിധാനമാണ്. ഞങ്ങൾ ഇവിടെ പരിശോധിച്ച സമയത്ത് ചേർമലയിൽ അതിവിശാലമായ ഒരു ഗുഹയുണ്ട്. ആ ഗുഹ ബന്ധപ്പെടുത്തി ഗുഹ മണ്ണ് നിറഞ്ഞു കടന്നിരുന്നു. അതിനുള്ള മണ്ണെടുത്തു മാറ്റി ഗുഹയുടെ തനി രൂപം ഇപ്പോൾ നമുക്ക് ദൃശ്യമാകത്തക്ക നിലയിൽ മാറിയിട്ടുണ്ട്. അവിടെ വിവിധ തരത്തിൽ സന്ദർശകർക്ക് വന്നിരിക്കാനും അവർക്ക് ഉല്ലസിക്കാനും സാധിക്കാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല. പെരുവണ്ണാമൂഴിയിൽ ഒരു ടൂറിസം പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ ടൂറിസം മേഖല വികസിപ്പിക്കുന്നതിന് സാധ്യമായ മറ്റനവധി കേന്ദ്രങ്ങളുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഇതിന്റെ രേഖ തരുന്നു. ഇത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഒരു കൈതേരി ഭാഗമുണ്ട്. അത് പുഴയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. ഒരു 60 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ വലിയ മരങ്ങളുണ്ട്. ടൂറിസം പദ്ധതിക്ക് സഹായകരമായ ഒരു കേന്ദ്രമാണ്. അത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നു. ഇതിലെല്ലാം ഉപരിയായി പെരുവണ്ണാമൂഴിയിൽ ഒരു ബയോളജിക്കൽ പാർക്ക്, പെരുവണ്ണാമൂഴിയിൽ ഒരു ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചു. ബയോളജിക്കൽ പാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം അതിന് പേര് നൽകിയത് ടൈഗർ സവാരി പാർക്ക്. ബയോളജിക്കൽ പാർക്ക് അവിടെ തോട്ടങ്ങളും മരങ്ങളും ഇങ്ങനെ ഇതെല്ലാമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ
വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ കേന്ദ്രവും അവിടെ ഉണ്ടാകും. സന്ദർശകർക്ക് വാഹനങ്ങളിൽ വന്ന് വന്യമൃഗങ്ങളെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ആ നിലയിലുള്ള ഒരു സംവിധാനം അവിടെ തന്നെ പരിക്ക് പറ്റിയ വനങ്ങളിൽ നിന്ന് പരിക്ക് പറ്റിയ മൃഗങ്ങളെ ചികിത്സിച്ച് മാറ്റുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു കേന്ദ്രവും അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സ്ഥാപിതമായി കഴിഞ്ഞാൽ പേരാമ്പ്ര എസ്റ്റേറ്റിന്റെ സ്ഥലമാണ് എടുക്കുന്നത്. പേരാമ്പ്ര എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളുടെയും ജോലി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ എടുക്കുന്നത്. അത് വർക്ക് പൂർത്തീകരിച്ച് രൂപപ്പെട്ട് വന്നു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തിച്ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ടൂറിസ്റ്റ് മേഖലയിൽ വലിയ തോതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദ്ധതിയായി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇന്നലെ പ്രകാശനം ചെയ്തു. അതിനകത്ത് കേരളത്തിന്റെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിദാരിദ്ര്യം ഒഴിവായി ഇനി കേവല ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. കേവല ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം പകുതി സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ്. കുടുംബശ്രീ സംവിധാനം ഉപയോഗിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാവുന്ന നാനാതരം നിലപാടുകൾ ഇതിന്റെ ഭാഗമായി കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയും. അപ്പൊ അത്തരം പ്രശ്നങ്ങൾക്കും ഇവിടെ ഞങ്ങൾ മുഖ്യ പരിഗണന കൊടുത്ത് സ്വയം സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. വെളിയന്നൂർ ചല്ലിയുടെ വികാസത്തിന് വേണ്ടി ഇപ്പോൾ തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കി വരികയാണ്. 20 കോടി രൂപയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അവിടെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവിടെ തുടരുകയാണ്. ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇവിടെ പെരുവണ്ണാമൂഴി ഭാഗത്ത് പെരുവണ്ണാമൂഴി പ്രദേശത്തു കൂടെയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത്. മലയോര ഹൈവേന്റെ 2 റീച്ച് പെരുവണ്ണാമൂഴിയിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ 2 റീച്ചും പ്രവൃത്തി വേഗതയിൽ കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഒരു റീച്ചിന്റെ ഭാഗത്ത് ചവറമൂഴി പാലം പുതുതായി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. പട്ടയത്തിന്റെ ഏറെക്കുറെ പ്രശ്നങ്ങൾ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ പരിഹരിക്കപ്പെടുന്നു. എന്നാൽ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്തിൽ വിവിധ മേഖലകളിൽപ്പെട്ട പട്ടയ പ്രശ്നങ്ങളുണ്ട്. അവിടെ ജാനകി വയൽ ഭാഗത്തും പട്ടയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ചില നിയമക്കുരുക്കുകളിൽ പെട്ടിട്ട് നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കാൻ ഇവിടെ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഉള്ളത്. പിന്നെ വിവിധ പദ്ധതികൾ ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു കുറിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. ഇപ്പോൾ തന്നെ തരാം. പേരാമ്പ്രയുടെ പൊതുവികസനം സാധ്യമാകത്തക്ക നിലയിലുള്ള നാനാതരത്തിലുള്ള പദ്ധതി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പേരാമ്പ്ര അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഘട്ടത്തിലാണ് CKG കോളേജിൽ കൂടുതൽ കോഴ്സുകൾ അനുവദിക്കുന്ന നിലപാടിലേക്ക് വന്നത്. ഇവിടെ ചക്കിട്ടപ്പാറയിൽ BH സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി സെന്റർ വർക്ക് ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം പൂർത്തീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ പോളിടെക്നിക് കോളേജ് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂർ പ്രദേശത്ത് പോളിടെക്നിക് കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തിട്ടുണ്ട്. 2 ബജറ്റുകളിലായി 10 കോടി രൂപ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ വകയിരുത്തി. അപ്പൊ ഇതെല്ലാം ചേർന്ന് എല്ലാ മേഖലകളിലും റോഡ് വികസനത്തിലും മറ്റു മേഖലകളിലും എല്ലാം വലിയ തോതിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വലിയ മാറ്റമാണുള്ളത്. ഇവിടെ പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രി 77 കോടി രൂപയാണ് അതിന്റെ തുക, എസ്റ്റിമേറ്റ് തുക. അതിൽ 56 കോടി രൂപയുടെ ധനവിനിയോഗമായി ആ ധനം കിഫ്ബി ഫണ്ടാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആശുപത്രി കോംപ്ലക്സിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണത കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് പ്രത്യേക കേന്ദ്രമുണ്ടാക്കുന്നതിനും അവരുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനവും പേരാമ്പ്രയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശിക്കുന്നു.